വിശദമായ വാർത്തകൾ നോക്കാം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായി. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ ബാനർ ഉയർത്തിയായിരുന്നു നടുത്തളത്തിൽ ഇറങ്ങിയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. സർ, ധാരാളം കുട്ടികൾക്ക് വിദേശത്ത് അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള അങ്ങയുടെ പരിശ്രമത്തെ അഭിനന്ദിക്കുന്നു സർ. അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷയിൽ നമ്പർ 213 ശ്രീ കെ പ്രേംകുമാർ, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടന വകുപ്പ് മന്ത്രി. ഹൈക്കോടതി ഉത്തരവ് ഞെട്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സാർ, ഇന്നലെ വന്ന ഹൈക്കോടതി വിധി വളരെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഒറിജിനൽ സ്വർണം മൂടിയ ദ്വാരപാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നാണ് ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ്. സാർ, ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നുള്ളൊരു ഫൈൻഡിംഗ് ഉണ്ടായിരിക്കുന്നു. സാർ, മാത്രമല്ല പുണ്യപരിപാവനമായ ശബരിമല അമ്പലത്തെ മാത്രമല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ഫൈൻഡിംഗ് സാർ, അതുകൊണ്ട് ഗൗരവതരമായി ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം. അതേസമയം ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ഉന്നത നീതിപീഠത്തോട് പ്രതിപക്ഷത്തിന് വിശ്വാസമില്ല എന്നുമായിരുന്നു ഭരണപക്ഷത്തിന്റെ മറുപടി. ഹൈക്കോടതിയെ പോലും അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ മേധാവി സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാം വ്യക്തമാക്കി ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. നടപടികൾ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്നത് ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്ന നിലപാടാണ് കാണുന്നത്. ഉന്നത നീതിപീഠത്തിൽ പ്രതിപക്ഷത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലമായി തുടർച്ചയായി തിരിച്ചടികൾ പ്രതിപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയ കളിയുമായി ഇങ്ങോട്ട് വരരുത് എന്ന് അവരോട് പറഞ്ഞത്. അതുകൊണ്ട് കോടതിയെ ഭയമാണ്, നിയമസഭയെ ഭയമാണ്, ചർച്ചയെ ഭയമാണ്, ജനങ്ങളെ ഭയമാണ്. ഭീരുക്കളായിട്ടുള്ള പ്രതിപക്ഷം തങ്ങളുടെ ഭീരുത്വം ആവർത്തിച്ച് ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ആ അംഗത്തെ ഇവിടെ കാണുന്നില്ലല്ലോ. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ സോഡിതഭൂപനും എന്ന മറ്റൊരു അംഗമുണ്ടല്ലോ. എവിടെയാണ് ചോദ്യോത്തര വേളയിലേക്ക് പ്രതിപക്ഷം ചർച്ചയ്ക്ക് നോട്ടീസ് തന്നില്ലെന്ന് വിമർശിച്ച സ്പീക്കർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ സഭ താൽക്കാലികമായി നിർത്തിവെച്ചു. ഒന്നവിടെ ഇരിക്കണം. മുഖം മറച്ചാൽ എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു നോട്ടീസ് പോലും തരുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ് പറഞ്ഞല്ലോ. ഇതിനാണ് കോടതി പറയുകയും ചെയ്തു. കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആക്കി. ഇതിലെന്ത് ചെയ്യാൻ പറ്റും? അതിനപ്പുറത്ത് SIT ഏർപ്പാടാക്കി അന്വേഷണം നടക്കുകയാണ്. നിങ്ങൾ അവിടെ ഇരിക്കെ, സഭ നടക്കട്ടെ എന്ന്. വിവരങ്ങളുമായി MG മിഥുൻ നിയമസഭയിൽ നിന്ന്. മിഥുൻ, ഇന്നലത്തേതിന് സമാനമായ സാഹചര്യങ്ങളാണ് ഇന്നും ഇപ്പോൾ നിയമസഭയിൽ കാണുന്നത്. പക്ഷെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്, അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ കഴിയില്ല. ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്, അതുകൊണ്ട് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല എന്നാണ് ഇന്നലെ കൂടി സർക്കാർ പറഞ്ഞത്. പക്ഷെ ഇന്നാവുമ്പോഴത്തേക്കും നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രമേയമായി ഉന്നയിച്ചാൽ അതിന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണല്ലോ എന്ന നിലപാടിലേക്ക് സർക്കാർ മാറിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്നലെ വന്ന കോടതി ഉത്തരവാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ പോലും സർക്കാരിനെ കൊണ്ട് ഉത്തരം പറയിക്കാനുള്ള ഒരു അവസരം പാഴാക്കുകയല്ലേ ഇന്നിപ്പോൾ പ്രതിപക്ഷം ചെയ്യുന്നത്? എന്താണ് ഇരുപക്ഷത്തിന്റെയും നിലപാട്? ശ്രീജ, സമാനമായ പ്രതിഷേധം ഇന്നും സഭയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സ്പീക്കർ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് സഭാ നടപടികൾ ഇന്നത്തേക്ക് പിരിയാനുള്ള സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. തുടക്കം മുതൽ തന്നെ സ്പീക്കർ ഡയസിലേക്ക് എത്തിയപ്പോൾ മുതൽ തന്നെ ഇന്നും പ്രതിപക്ഷ നേതാവ് എണീച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ആണ് സ്പീക്കർ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതായത് കഴിഞ്ഞ ദിവസം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറല്ല എന്ന രീതിയിലുള്ള സമീപനമായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്
ഉണ്ടായത് എങ്കിൽ ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ പ്രമേയത്തിന് നിങ്ങൾ നോട്ടീസ് നൽകൂ, പക്ഷേ നോട്ടീസ് നൽകിയിട്ടില്ല എന്നടക്കമുള്ള ചില പരാമർശം സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായി. നോട്ടീസ് നൽകിയെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള നിലപാട് സ്പീക്കർ സ്വീകരിക്കുകയും ചെയ്തു. അതേസമയം ഈ വിഷയത്തിൽ കടുത്ത നടപടികളുമായി അല്ലെങ്കിൽ കടുത്ത നിലപാടിലൂടെ പ്രതിപക്ഷം പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പ്രതിപക്ഷം നിലപാടെടുക്കുന്നു. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യം അംഗീകരിക്കാതെ ഒരു തരത്തിലും സഭാ നടപടികളുമായി സഹകരിക്കില്ല, ചർച്ചയല്ല വേണ്ടത്, രാജിയാണ് എന്നുള്ള ആവശ്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു തരത്തിലും രാജിവെക്കാതെ ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. അതീവ ഗൌരവകരമായിട്ടുള്ള വിഷയം, അത്രത്തോളം വലിയ നിരീക്ഷണമായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നടത്തുകയും ചെയ്ത് അത്തരത്തിൽ ഉയർന്ന വിലയ്ക്ക് ശബരിമലയിലെ ദ്വാരപാലക പാളികൾ ഉൾപ്പെടെ വിൽക്കുന്ന തരത്തിലേക്ക് പോയി അത്തരത്തിലൊരു സംശയം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണം, സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിനും ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന് ഹൈക്കോടതി പോലും പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കൃത്യമായ നടപടി സർക്കാർ സ്വീകരിക്കുന്നില്ല, ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തുടക്കം മുതലേ തന്നെ പ്രതിപക്ഷം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത രീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ മുങ്ങുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്ത് കുറച്ചുനേരം ഏകദേശം ഒരു 20 മിനിറ്റ് സഭാ നടപടികൾ നടത്തിയതിനു ശേഷം പിന്നീട് ചോദ്യോത്തരവേള റദ്ദ് ചെയ്ത് മറ്റു നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. വീണ്ടും 10 മണിക്ക് ശ്രദ്ധ ക്ഷണിക്കൽ നടപടികളിലേക്ക് സ്പീക്കർ കടന്നപ്പോഴും സമാനമായ രീതിയിൽ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ച, ബാനറുകൾ ഉയർത്തി, പ്ലക്കാർഡുകൾ ഉയർത്തി സ്പീക്കറിന്റെ ഡയസിന് മുന്നിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്നാണ് സ്പീക്കർ ഈ വിഷയത്തിൽ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കുക, റിപ്പോർട്ടടക്കമുള്ള അവതരണങ്ങൾ മന്ത്രിമാർ മേശപ്പുറത്ത് വെക്കുക എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും അല്പസമയത്തിനകം തന്നെ സഭാ നടപടികൾ പൂർത്തീകരിച്ച് വേഗത്തിൽ പൂർത്തീകരിച്ച് ഇന്നത്തേക്ക് പിരിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു തരത്തിലും ചർച്ചയ്ക്ക് ഇനി തയ്യാറല്ല എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നു. രാജി ആവശ്യത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ നീങ്ങുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. മിഥുൻ, സ്വാഭാവികമായും അങ്ങനെ ഒരു രാജി ആവശ്യത്തിന് സർക്കാർ എന്തായാലും വഴങ്ങാൻ സാധ്യതയില്ല. നമുക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്. എന്ത് സംഭവിച്ചു എന്ന് ഇന്നലെ കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ നമ്മൾ ഞെട്ടലോടെയാണ് കണ്ടത്. ഈ സ്വർണ്ണപ്പാളി, ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി ഉയർന്ന വിലയ്ക്ക് വിറ്റിരിക്കാം എന്നതടക്കമുള്ള കൃത്യമായ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട്. അയ്യപ്പ സംഗമമൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും അടുപ്പിച്ച് നിർത്താനായി എന്ന ആത്മവിശ്വാസത്തിലുണ്ടായിരുന്ന സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. കാരണം 2019 ശേഷമുള്ള കാര്യങ്ങളാണല്ലോ ഇതിൽ പറയുന്നത് പ്രധാനമായും. അങ്ങനെയെങ്കിൽ ഇതിനൊക്കെ ഉത്തരം വേണം. ആ ഉത്തരം സഭയിലാണ് ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായ ഉത്തരം പറയിക്കാനാവുക. അങ്ങനെയെങ്കിൽ കൃത്യമായ ഒരു ഉത്തരത്തിനപ്പുറത്ത് ഇതൊരു രാഷ്ട്രീയ യുദ്ധമാക്കുകയല്ലേ പ്രതിപക്ഷവും? ശ്രീജ, സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒഴിഞ്ഞു കിട്ടിയ വലിയൊരു ആയുധം തന്നെയാണ് പ്രതിപക്ഷത്തിന് ഈ ഒരു വിഷയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു സമീപനമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് നടക്കുമ്പോൾ ചില പരാമർശങ്ങൾ പ്രതിപക്ഷാംഗങ്ങളുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഭാഗത്തുനിന്ന് ഉയർന്നു വന്നു എങ്കിൽ പോലും തന്നെ ഇന്ന് ഒരുപക്ഷെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള നിലപാടിലേക്ക് ഭരണപക്ഷം വന്നു എങ്കിൽ പോലും തന്നെ അതിന് തയ്യാറല്ല. ഒരുപക്ഷെ ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലൊരു മറുപടി ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കെട്ട് അല്ലെങ്കിൽ ആ ഒരു കനൽ അടങ്ങിപ്പോകുന്നുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലാകാം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പ്രതിപക്ഷം എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കും ഇനി തയ്യാറല്ല. രാജി ആവശ്യത്തിൽ അതിനെ ഉറച്ചു മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുവരെ സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കേണ്ടതില്ല എന്നുള്ള കൃത്യമായ നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ അല്പസമയത്തിന് മുമ്പ് ചോദ്യോത്തരവേള തടസ്സപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ പി രാജീവ് ഒപ്പം തന്നെ എം പി രാജേഷും അടക്കമുള്ള മന്ത്രിമാർ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഹൈക്കോടതിയെ പോലും നിയമവ്യവസ്ഥയെ പോലും ചോദ്യം